14 വർഷം മുൻപാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അടയാളമായ ബാഗി ബ്ലൂ ക്യാപ്പ് ഞാൻ ആദ്യമായി അണിയുന്നത്. അന്ന് തുടങ്ങിയ യാത്രയ്ക്ക് ഇത്രയേറെ ദൈർഘ്യമുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. എന്നെ പരീക്ഷിച്ചും പരുവപ്പെടുത്തിയും പലതും പഠിപ്പിച്ചും കടന്നുപോയ 14 വർഷങ്ങൾ. ടീം ഇന്ത്യയുടെ വെള്ള ജേഴ്സി എനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. 5 ദിവസം നീളുന്ന ടെസ്റ്റ് മത്സരത്തിലെ ഓരോ നിമിഷവും നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ നിമിഷങ്ങൾ നൽകിയ അനുഭൂതി എന്നെന്നും എനിക്കൊപ്പം ഉണ്ടാകും. ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം കഠിനമായ തീരുമാനമാണ്. പക്ഷേ ഇതാണ് ശരിയായ സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സാധിക്കുന്നതെല്ലാം ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിന് നൽകി. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്കും തിരിച്ചു നൽകി. ഈ ഗെയിമിന് എൻ്റെ സഹതാരങ്ങൾക്ക്, എനിക്കൊപ്പം സഞ്ചരിച്ചവർക്ക് നിറഞ്ഞ മനസ്സോടെ നന്ദി. ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഒരു പുഞ്ചിരി എൻ്റെ മുഖത്തുണ്ടാകും. 269 സൈനിങ് ഓഫ്. ഇങ്ങനെയായിരുന്നു വിരാടിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. 14 വർഷം നീണ്ട രാജ്യാന്തര ടെസ്റ്റ് കരിയറിന് വിരാമം കുറിച്ചുകൊണ്ട് വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളുമാണ് വിരാട് കോഹ്ലി. 3-ാം വയസ്സിലാണ് കോഹ്ലി ആദ്യമായി ക്രിക്കറ്റ് ബാറ്റ് എടുത്തത്. ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റിനോടുള്ള താല്പര്യം കാണിച്ച കോഹ്ലി തന്റെ കുടുംബത്തിന്റെ പിന്തുണയോടെ തന്റെ സ്വപ്നങ്ങൾ പിന്തുടർന്നു. 2008 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച കോഹ്ലി തന്റെ അസാധാരണ ബാറ്റിംഗ് കഴിവുകൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കി. ടെസ്റ്റ്, ഏകദിനം, T20 ക്രിക്കറ്റിൽ കോഹ്ലി നേടിയ റൺസും റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പ്രയത്നവും സമർപ്പണവും തെളിയിക്കുന്നു. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ 269-ാം നമ്പർ ടെസ്റ്റ് ക്രിക്കറ്ററായി അരങ്ങേറ്റം. ക്രിക്കറ്റിൽ ഇഷ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റിൽ 10,000 റൺസ് തികയ്ക്കാൻ 770 റൺസ് മാത്രം വേണ്ടിയിരിക്കെയാണ് കോഹ്ലിയുടെ വിരമിക്കൽ. 123 ടെസ്റ്റുകളിൽ നിന്നായി 46.85 ബാറ്റിംഗ് ശരാശരിയിൽ 9,230 റൺസാണ് കോഹ്ലിയുടെ പേരിലുള്ളത്. 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. 68 ടെസ്റ്റുകളിൽ ടീം ഇന്ത്യയെ നയിച്ച കോഹ്ലി അതിൽ 40-ലും വിജയം കൈവരിച്ചു. എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും കോഹ്ലി വിരമിച്ചെങ്കിലും ഏകദിനത്തിൽ അദ്ദേഹം തുടരുമെന്ന് ആരാധകരോട് അറിയിച്ചു.